എന്നുള്ളാമേ സ്തുതിക്കാം നീ പാരനേ തൻ നന്മകൾക്കായി സ്തുതിക്കായെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലും ആശയില്ലാതലഞ്ഞു. പാരം നീടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. ഭാരം നീടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്കാം നീ പാരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാമെന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് നിന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം 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 അപ്പ സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങളെയും അങ്ങയുടെ പാദപിടുത്തത്തിലോട്ട് ചേർത്ത് വയ്ക്കുക. കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും അവിടുന്ന് മറുപടി തരുന്ന ദൈവമാണല്ലോ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളത് നിശ്ചയമാ കർത്താവേ, അത് വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് കടന്നു വരികയാണ്. ഇന്നുവരെ ഞങ്ങളെ അത്ഭുതവും ജയമായി നടത്തിയതേയും അവിടുന്ന് വീണ്ടും നടത്തുവാൻ സർവ്വശക്തന ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, എല്ലാം അവിടുത്തെ ദാനമാണ്. അപ്പോൾ അവിടുത്തെ കൃപ ഒന്ന് മാത്രമാണ്. കർത്താവേ, വീണ്ടും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണേ. കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. സമാധാനത്തോടെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവർ, കർത്താവ്, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവ്, OETയും IELTSഉം പഠിക്കുന്നവർ, കർത്താവ്, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കൾ, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയുമൊക്കെ അപ്പച്ചൻ കൊടുക്കണം. ഓർമ്മശക്തി കൊടുക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ നിലവാരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിൽ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് സഹായിക്കുമാറാകണം. ശത്രു കാണാതെ വണ്ണം സ്വർഗം മറയ്ക്കുമാറാകണം. കാൽവരി ക്രൂശിൽ എത്തിത്താൽ കുഞ്ഞുങ്ങളെല്ലാം മുദ്രയിട്ട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക. അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം സ്വർഗമറിഞ്ഞ് സകലം നിവർത്തിക്കുന്ന ദൈവം അവിടുന്നാകിയാൽ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ സമയം കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. നീ വഴി തുറക്കുന്ന ദൈവമാ. സ്തോത്രം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് സഹായിക്കുന്ന ദൈവം അവിടുന്നാകിയാൽ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ്, ഈ സമയം ഹല്ലേലൂയ, കർത്താവ്, ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ശക്തീകരിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. ചില പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടിയൊക്കെ കഴിഞ്ഞുകൂടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. യാതൊരുവിധ പ്രയാസവും അവരെ അലട്ടുവാൻ അനുവദിക്കാതെ ഭംഗിയായി ജോലി ചെയ്ത് സന്തോഷത്തോടെ ആമേൻ നല്ല പ്രതിഫലം പറ്റുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും സ്വർഗ്ഗം അവരെ കരുതിക്കൊള്ളുമാറാകണം.
കർത്താവെ, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ വിവാഹം ഏറ്റവും ശ്രേഷ്ഠമായി നടക്കാൻ പിന്നെയും സഹായിക്കണമേ. അപ്പോൾ നിൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ. മാസം തികയോളം കൂടെ സുഖപ്രസവം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം അപ്പാ. ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന ഹാലലി ഞങ്ങളുടെ ഓരോ മക്കളുടെയും ഹാലലി ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ അറിഞ്ഞവരുടെ ഭാരം, രോഗം അറിഞ്ഞവരുടെ വേദന അറിഞ്ഞ് സ്വർഗം മാനിക്കുക മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഈ സമയം ഹാലലി കർത്താവെ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപിടത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. ആമേൻ. ഒന്നിനും ബുദ്ധിമുട്ട് കൂടാതെ ഓരോ മക്കൾക്കും ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ നന്മകളും ഓരോ നിമിഷവും കൊടുത്ത് സഹായിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. പോക്കിലും വരവിലും വാഹനത്തിൽ വഴിയിലൊക്കെ കൂടെ ഇരിക്കണമേ. എല്ലാ ജോലികാര്യങ്ങളും ചെയ്തെടുപ്പാൻ ശക്തീകരിച്ച് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ട് കർത്താവേ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കിക്കാട്ട് കർത്താവേ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാൻ ഇടയാക്കണമേ കർത്താവേ. എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ എല്ലാ നീറുന്ന വേദനകളെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ അറിയുന്ന കർത്താവ് അവിടുന്ന്. എന്നാൽ അങ്ങയുടെ പാദപീഠത്തിൽ കണ്ണുനീരോടെ കടന്നു വന്നിട്ടുള്ളവരൊന്നും ലജ്ജിച്ചു പോകാൻ അനുവദിച്ചിട്ടില്ലല്ലോ. നീ കണ്ണുനീരിന് മറികടക്കാത്ത ദൈവമാകിയാൽ ഓരോ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗമൊന്ന് നിൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറുപടിയുമായി ഇറങ്ങണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. എല്ലാ യാത്രയിലും കർത്താവ് കൂടെ ഇരുന്ന് സഹായിക്കണം. ആപത്താനത്ത് നിന്ന് എല്ലാവരും വിടിയിക്കണം. അവരാഗ്രഹിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക അപ്പാ. ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ. ആപത്താനത്ത് നിന്ന് വിടുവിക്കണമേ. കർത്താവിൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവ്. ഈ സമയം ഹാലലി കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. സ്തോത്രം. തൻ്റെ മക്കൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കണേ. നന്മകളാൽ നിറയ്ക്കണമേ കർത്താവെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളുടെ രോഗികളുമായി ഞങ്ങളുടെ പാതപിടം ചാർന്ന് കടന്നു വരുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവ്. ഡെലിവറി റൂമിലായിരിക്കുന്നവരുണ്ട് കർത്താവ്. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക നാഥ. സൗഖ്യം കാത്ത് കിടക്കുന്ന ഓരോ മക്കളുടെ മേലും അൻപാർന്ന കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിച്ചു തരുന്ന കർത്താവ്. ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവരുണ്ട് കർത്താവെ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവെ. സ്തോത്രം. തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട് കർത്താവെ. സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവെ. സ്തോത്രം അപ്പ, സ്തോത്രം, സ്തോത്രം അപ്പ, സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവെ, സൗഖ്യം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൈകാൽക്ക് ചലനമില്ലാത്തൊരു കർത്താവെ. സ്തോത്രം. കിടക്കയിലും വീൽ ചെയറിലുമായി ിരിക്കുന്നവരപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവെ. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവരുണ്ട് കർത്താവെ. സ്തോത്രം. കണ്ണിൻ്റെ ഓപ്പറേഷന് വിധേയപ്പെടേണ്ടവരുണ്ട് കർത്താവെ. പല ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന നാഥ, സഹായിക്കണമേ, വിട്ടുപിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രോഗിക്ക് നല്ല വൈദ്യനായ നല്ല പിതാവേ, അങ്ങ് മരുന്നും വൈദ്യനുമായി കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. എൻ്റെ അപ്പ ഹല്ലേലൂയ. എൻ്റെ അപ്പന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അങ്ങ് അസാധ്യങ്ങളെ പോലും സാധ്യമാക്കി തരുന്ന ദൈവമാകിയാൽ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. മരുന്നിനും ഡോക്ടർക്കും കഴിയാത്ത എൻ്റെ അപ്പന് കഴിയും. ഓരോ മക്കളുടെ മേലും കരം നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ സൗഖ്യമാമേ, സമാധാനം ഓരോ മക്കൾക്ക് നൽകണമേ. ജീവിതത്തിലെ പ്രത്യാശയോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അങ്ങനെ ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽകുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ദൂരത്തും ചാർത്തുമായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ പൈതങ്ങളെ
സമർപ്പിക്കുന്നു അപ്പാ. ഹരിതാത്വത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കാതെ സ്വർഗ്ഗത്തിലെ ദൈവം ഓരോ മക്കളെയും കാത്തുകൊള്ളണം. ദൈവമുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. തമ്പുരാൻ്റെ വലിയ കാരണം ഓരോ മക്കളുടെ മേലും വേണം അപ്പാ. കഷ്ടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഹാലേലുയ തീരാത്ത ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പൻ്റെ പാദപിടത്തിലോട്ട് തരികയാ. ഞങ്ങൾക്ക് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നൊരു നല്ല ദൈവമുണ്ട്. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ നല്ല പിതാവ് അവിടുന്ന് ആകിയാൽ വീണ്ടും ഞങ്ങളെ നടത്തണമേ എന്നടിയും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആവശ്യം പറഞ്ഞ് ആഗ്രഹം പറഞ്ഞ് സ്വർഗ്ഗം കരുതണം. എല്ലാ ഭാരവും സ്വർഗ്ഗം ഏറ്റെടുക്കുമാറാകണം. സാക്ഷാൽ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുമാറാകണം. സ്തോത്രം. ഞങ്ങളുടെ എല്ലാ രോഗികളോടും കരുണ കാണിക്കുമാറാകണം. തമ്പുരാൻ്റെ സ്നേഹം ഹാലലുയ കർത്താവേ ഹാലലുയ അനുഭവിച്ച് ഞങ്ങൾ ജീവിപ്പാൻ ഇടയാക്കണം. എല്ലാ സമാധാനവും നൽകി ഞങ്ങളെ മാനിക്കണം. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണം. എല്ലാവരും സത്യസത്യതയോടെ വിശ്വസ്തയോടെ ദൈവഭയത്തോടെ പ്രാർത്ഥനയോടെ എല്ലാം ചെയ്തെടുപ്പാൻ കൃപ നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണേ. മഹത്വം അവിടുന്ന് എടുക്കണേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.